ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രസാദിനോട് പറയാൻ വന്നത്. പക്ഷെ അതിനിടയിൽ ദുർഗയും ആ അപ്പച്ചിയും കൂടി കയറി വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇതൊരു വല്ലാത്ത റിസ്ക് ആയി പോയില്ലേ അമ്മ? ദുർഗാമ്മയോ ആദ്യമോ കണ്ടിരുന്നെങ്കിൽ അവര് മാത്രമല്ല, ആ മംഗളപ്പച്ചി ഇവിടെ ഉണ്ട്. അവരെങ്ങാനും കണ്ട ഇതൊരു പൂര പറമ്പാവും. ദൈവമേ, ആകെ കുഴഞ്ഞല്ലോ. ഇതൊരു ബർമുഡ ട്രയാങ്കിളിനകത്ത് പെട്ടതുപോലെ ആയല്ലോ. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. വല്ലാത്തൊരാപ്പായി പോയി. എന്നെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ തുളസി പുറത്ത് കാത്തു നിൽക്കുക. DGP എടുക്ക്. ഹലോ സർ. എവിടെയാ? എന്താ വരണത്തിൽ താമസിക്കുന്നത്? സോറി സർ, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. വേഗം എത്തണം, ഇനിയും വൈകരുത്. എത്രയും പെട്ടെന്ന് എത്തണമെന്ന് DGP. എന്ത് ചെയ്യും? പ്രസാദ്, പ്രസാദേ, പ്രസാദേ, വാതില് തുറന്നേ. നീ അങ്ങോട്ട് മാറിക്ക. എന്താ അപ്പച്ചി? ഏയ്, ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി. അത് ഞാൻ ഒരു ഫോൺ ചെയ്യായിരുന്നു. ഓ, അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. വിഷജന്തു. നേരിട്ട് കണ്ട് ബോധിച്ചതിലപ്പുറം എന്ത് കാര്യം അറിയേണ്ടത്? ദുർഗെ, നീ അവളെ അടിച്ചു പുറത്താക്ക്. തുടരുന്നേ. ഞാൻ പറയുന്നു, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. നീ ഇത് കാണുന്നില്ലേ? അച്ഛൻ കാണിച്ചത് മഹാമോശമായി പോയി. അച്ഛനെ ഇവരെയും ഇന്നലെ വരെ മോശമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഇന്നു മുതല് ആ ധാരണ അങ്ങോട്ട് തെറ്റി. അതിന് ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ ഇനി സംസാരിച്ചിട്ട് മാനം കടാൻ നിൽക്കണ്ട. അതെ, ഈ സത്യാവസ്ഥ അറിയണം. എന്നിട്ട് മാമനെ ആന്റിയും കുറ്റപ്പെടുത്തു. ഇവളാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ആദി, ഇവൾ ഇവരുടെ പക്ഷത്തെ ന്യായമേ പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് നീ ഇതിന് ചെവി കൊടുക്കരുത്. ഇയാളുടെ കാമുകിയെ രഹസ്യമായിട്ട് ഈ വീട്ടിനുള്ളിൽ വിളിച്ചു കയറ്റിയതിന് എന്ത് വിശദീകരണമാണ് നിനക്ക് തരാനുള്ളത്? നീ ഇവരെ എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും ഇവിടെ ആർക്കും അതൊന്നും കേൾക്കണ്ട.
പ്രസാദ്, ഞാൻ പ്രസാദിനോട് പറഞ്ഞതല്ലേ ഞാൻ ഇവിടേക്ക് വരില്ലെന്ന്, ഓഫീസിൽ വെച്ച് ഡിസ്കസ് ചെയ്യാന്ന്. പ്രസാദ് അവിടെ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു. പുതിയ അവതാരം. ഇപ്പോ നമ്മള് വീണ്ടും ഇവരുടെ എല്ലാവരുടെയും മുൻപില് കുറ്റക്കാരായില്ലേ? വെറുതെ നാണം കിട്ടില്ലേ? കണ്ടില്ലേ, കാമുകിയുടെ വിഷമം കണ്ടില്ലേ? ചെന്ന് ആശ്വസിപ്പിക്കണോ? പ്ലീസ്, ഇങ്ങനെ ഇമോഷണൽ ആവാതെ. വീട്ടിൽ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പെരുമാറുന്നെങ്കിൽ ഡ്യൂട്ടിക്കിടയില് വാദികളോടും പ്രതികളോടും ഒക്കെ എങ്ങനെ ആയിരിക്കും? സർ, ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കേശു അല്ലേ? അതെ. നിങ്ങൾ ലേഖയുടെ സർവന്റ് അല്ലേ? അതെ സർ. എന്താണ് അവിടെ ഉണ്ടായെന്ന് പറയൂ. സത്യം മാത്രമേ പറയാവൂ. യജമാന ഭക്തി കൊണ്ട് എന്തെങ്കിലും കള്ളത്തരം പറയാനാണ് ഉദ്ദേശമെങ്കിൽ കളി മാറും. ഇത് DGP ഓഫീസാ. DGPയുടെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. സത്യം മാത്രമേ പറയുള്ളൂ സർ. എങ്കിൽ പറയൂ. രാജീവ് സാറ് വീട്ടിൽ വന്നു. ഇദ്ദേഹം കുടിക്കുന്നയാളാ. അതുകൊണ്ടായിരിക്കാം രാജീവ് സാറും മാഡവും തമ്മിൽ വഴക്കുണ്ടായി. അത് അടിപിടിയിലേക്കെത്തി. ഒടുവിൽ മാഡം സാറിനെ കെട്ടിയിട്ടിട്ട് പോയി. ഇതാ ഉണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് യോജിച്ച പണിയാണോ നിങ്ങൾ കാണിച്ചത്? സർ, ഞാൻ പറയുന്നത് കൂടി കേട്ടിട്ട്. നോ, ഒന്നും പറയണ്ട. നിങ്ങളുടെ സർവന്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ മൊഴിയാണ് ഇവിടെ പ്രധാനം. മാപ്പർഹിക്കാത്ത കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണ വിധേയമായി നിങ്ങളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സർ, നിങ്ങൾക്ക് പോവാം. എന്നാലും ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നോ? എന്നാലും പ്രസാദ് സാറിന് അവരെ ഈ വീട്ടിൽ കയറ്റി ഒളിപ്പിക്കാൻ തോന്നിയല്ലോ. അപ്പൊ അങ്കിളിന്റെ ധൈര്യം സമ്മതിക്കണല്ലോ. ദുർഗ ഒരു പൊട്ടിയല്ലേ, അവളെ പറ്റിക്കാൻ എളുപ്പമല്ലേ. അതുകൊണ്ടാ പ്രസാദ് ഈസി ആയിട്ട് ലേഖ ഇവിടെ ഒളിപ്പിച്ചത്. അപ്പച്ചി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവരിപ്പോഴും ഈ വീട്ടിൽ തന്നെ ഒളിച്ചു കഴിയായിരുന്നല്ലേ. അതിനെന്താ സംശയം? ഇത്രയും പടഭണ്ഡാരം പോലെ കിടക്കുന്ന ഈ വീട്ടില് അവൾ ഒരു മുറി കയറി ഒളിച്ചിരുന്ന അവളെ ആര് കണ്ടുപിടിക്കാനാ? എന്റെ ഒരാളുടെ ബുദ്ധിപൂർവമായ നീക്കം കൊണ്ട് അവളെ കൈയോടെ പിടികൂടാൻ പറ്റി. മാമൂസ് ഒരു ബുദ്ധിമതി തന്നെ. ഞാൻ ബുദ്ധിമതി തന്നെയാ. എന്റെ ബുദ്ധി നിനക്ക് കിട്ടാത്തതിലേ എനിക്ക് വിഷമമുള്ളൂ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ആരുടെ ഡയറി ഇത്? ഇതെവിടുന്ന് വന്നു? ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നെന്ന് നോക്കാം. സുലു ആന്റി, എന്താ അതിരെ? ഞാനിപ്പോ ആകെ കൺഫ്യൂഷനിൽ ആന്റി. എന്തോറ്റി? ആദ്യേട്ടൻ ദുർഗാന്റിയുടെ മകനാണെന്ന് കരുതിയ എനിക്ക് ആദ്യേട്ടനോട് ഇഷ്ടം തോന്നിയതും മാരേജ് ചെയ്യാൻ ആഗ്രഹിച്ചതും ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? ആദ്യേട്ടൻ ദുർഗാന്റിയുടെ മോനല്ലല്ലോ, പ്രിയാന്റിയുടെ മോനല്ലേ? ആദ്യേട്ടന് ദേവമംഗലവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം?
എനിക്ക് അതിനൊരു ആൻസറും കിട്ടുന്നില്ല. ആന്റി ഒന്ന് പറ, ഞാൻ ഇനി എന്ത് ഡിസിഷൻ എടുക്കണ്ടേ? ആദ്യേട്ടന് ഇനി ഞാൻ കല്യാണം കഴിക്കുന്നതിൽ അർത്ഥമുണ്ടോ? സൊലു ആന്റി എന്തോന്നും പറയാത്തെ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ ആന്റി. ഞാനും അത് തന്നെ ആതിരെ ആലോചിച്ചത്. പക്ഷെ എനിക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. സി ആന്റി, ഇനി ദേവമംഗലത്തെ സ്വത്തുക്കൾ ആദ്യേട്ടന് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അത് പിന്നെ ഒരു ഉറപ്പുമില്ല. ദുർഗാന്റിയുടെ മകനല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം എങ്ങനെ കിട്ടും? ദേവമംഗലത്തെ അവകാശം ഇല്ലാത്ത ആദ്യേട്ടനെ തുളസിയിൽ നിന്ന് സ്വന്തമാക്കിയിട്ട് പ്രയോജനമുണ്ടോ? ആന്റി എന്ത് പറയുന്നു? അല്ല, നിന്റെ ചോദ്യം ന്യായ ആതിരെ. ഈ സ്വത്ത് വകകൾക്കൊന്നും അവകാശം ആദ്യം അല്ലെങ്കിൽ അവന് കല്യാണം കഴിച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നാ എനിക്ക് ആദ്യേട്ടനെ അങ്ങ് മറക്കാനും പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും ആന്റി? ഇതിനെ കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മോളിപ്പോ എന്തായാലും സമാധാനമായിട്ട് പൊയ്ക്കോ. എന്ത് വേണമെന്ന് നമുക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാം. നീ ചെല്ലാതിരെ, ഞാൻ ഈ മുറിയൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം വരാം. നീ ചെല്ല്. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ആരും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ ചാടിക്കടിക്കാൻ വരും. ഇതുവരെ ദുർഗാമ്മയ്ക്ക് മാത്രമേ ആ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആദിക്യം തുടങ്ങി. എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛൻ പോലും അത് നിഷേധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് അച്ഛന് അച്ഛൻ്റെതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അച്ഛനെയും ലേഖാമ്മയും കയ്യോടെ പിടിച്ചു എന്നൊക്കെ ആ ദുർഗാമ്മ പറയുന്നില്ലേ, അതില് സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല. ലേഖാമ്മ ഇവിടെ വന്നത് അതിനൊന്നുമല്ല. അച്ഛന്റെ അപകട മരണത്തെക്കുറിച്ച് സംസാരിക്കാനാ ലേഖാമ്മയെ അച്ഛൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതല്ലാതെ അവരൊക്കെ കരുതുന്ന പോലെ ഇഷ്ടക്കാരിയെ കാണാൻ ആഗ്രഹം തോന്നിയിട്ട് വിളിച്ചു വരുത്തിയതൊന്നുമല്ല. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നൊന്നും അമ്മ കേൾക്കുന്നില്ലേ? ആദ്യം ദുർഗാമ്മയും മംഗളപ്പച്ചയും കൂടി ചേർന്ന് അച്ഛനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഒറ്റയ്ക്ക് അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ അച്ഛന് കഴിയുമോ? അച്ഛന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കിയിട്ട് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ ആദ്യോട് പറഞ്ഞത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പോലും അവൻ മനസ്സ് കാണിച്ചില്ല. എന്നോട് ഒച്ച കൂട്ടുക ചെയ്ത്. ആദ്യെ സംബന്ധിച്ചിടത്തോളം അച്ഛനും മരിച്ചതിന് സമം അത്രേ. അതും കൂടി കേട്ടപ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടമായത്. അവര് തമ്മിലുള്ള ആത്മബന്ധം ആദ്യം അറിയാവുന്നതല്ലേ. അച്ഛന്റെ ചിത അണഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുന്നേ ലേഖാമ്മയെ വിളിച്ചു വരുത്തി സല്ലപിക്കാൻ അച്ഛന് മനസ്സ് വരുമോ? ആലോചിച്ച ആദ്യം അത് മനസ്സിലാവും. പക്ഷെ ആലോചിക്കില്ലല്ലോ. ദുർഗാമ്മയോടൊപ്പം നിന്ന് അച്ഛനെ കുറ്റക്കാരനാക്കാനുള്ള തത്രപ്പാടിനിടയിൽ ആലോചിക്കാനുള്ള ബുദ്ധിയും തോന്നില്ല. മറ്റുള്ളവര് പറഞ്ഞു കൊടുത്താൽ അത് തലേ കയറുമില്ല. ആദിയുടെ വായിരിക്കുന്ന കേൾക്കാൻ ഇനി എനിക്ക് വയ്യമ്മ. ഈ സാഹചര്യത്തിൽ അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അമ്മ തന്നെ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നോട് ചാടിക്കടിക്കുന്ന പോലെ അമ്മയോട് അവൻ ചാടിക്കടിക്കില്ലല്ലോ. അമ്മ ആദ്യയുടെ അടുത്തേക്കൊന്ന് ചെല്ല്. എഴുന്നേറ്റേ, വാ എഴുന്നേക്ക, വാ എഴുന്നേക്കമ്മ. അമ്മേ, അവൾ അവന്റെ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഒളിവും മറയുമില്ലാതെ അവൻ അവളെ പരിചരിക്കാൻ തുടങ്ങും.
ഇനിയുള്ള കാലം അവരമ്മയും മകനുമായിട്ട് ജീവിക്കും. ഇത്രയും കാലം അവനെ വളർത്തി വലുതാക്കിയ നീ മിക്കവാറും പുറത്താവും. ആദ്യം എന്റെ മകനല്ലല്ലോ, അവളുടെ മകനല്ലേ. അപ്പൊ പിന്നെ എനിക്കിനി അവന്റെ കാര്യത്തിൽ എന്ത് അവകാശമുള്ളത്? നിനക്ക് അവകാശമുണ്ട്. ചുമ്മാതല്ലല്ലോ ആദ്യ വളർന്ന് ഇത്രടം വരെ എത്തിയത്. അവനെ ഈ നിലയ്ക്ക് എത്തിച്ചത് നിന്റെ സ്നേഹവും വാത്സല്യവും അവന്റെ കാര്യങ്ങളിൽ നീ പുലർത്തിയ ശ്രദ്ധയുമാണ്. പ്രസവിച്ചില്ലെങ്കിലും അവനെ പാലൂട്ടിയത് നീയാ. ആ, ഇന്ന് വരെ നീ തന്നെയായിരുന്നു അവന്റെ അമ്മ. അതുകൊണ്ട് ആ അവകാശം നിനക്കുണ്ട്. നിനക്കുള്ള അവകാശം പക്ഷെ പ്രിയയ്ക്കില്ല. അപ്പച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത്? പ്രിയയ്ക്ക് അവയുടെ മകനെ കിട്ടിയതുകൊണ്ടും ആദിക്ക് അവനെ പ്രസവിച്ച അമ്മയെ കിട്ടിയതുകൊണ്ടും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എന്റെ ദുർഗെ, നീ ഞാൻ പറയുന്നത് കേക്കണം. അപ്പച്ചി പറയൂ. അതെ, നീ നിന്റെ സ്വന്തം മകനെ കണ്ടു കിട്ടുന്നത് വരെ ആദിയെ നീ പ്രിയയ്ക്ക് വിട്ടുകൊടുക്കരുത്. ആ, ആദ്യം അവളെയല്ല നിന്നെയാ സ്നേഹിക്കേണ്ടത്. നിന്നെയാണ് അവൻ അമ്മയായി കാണേണ്ടത്. മോളെ, കഞ്ഞി എടുത്തു, അമ്മ കുടിക്ക. പ്രിയപ്പെട്ടവർ ഇല്ലാതാകുന്നത് വലിയ വേദന തന്നെയാ. ആ ദുഃഖത്തിൽ നിന്ന് കരകയറണമെങ്കിൽ കൂടെയുള്ളവര് ചേർത്ത് പിടിക്കണം. പഴയ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതുവരെ അമ്മയെ തനിച്ചാക്കരുത്. ആദ്യം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവും ഡോക്ടർ. എപ്പോഴും ഞാൻ എന്റെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ആദി, ആദി, എന്താ? നീ ഒന്ന് വന്നേ. നീ ഒന്ന് വന്നേ. എന്താ പച്ചി? എന്തുപറ്റി? അതെ, അതെ, നീ ഒന്ന് വേഗം വാ. ദുർഗയെ വിളിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. അമ്മേ, ആ, അമ്മയ്ക്ക് എന്തുപറ്റി? അയ്യോ, എനിക്കറിയില്ല. നീ ഒന്ന് വാ. വാടാ, വാ വാ. എന്താ? എന്തു പറ്റി? ഡോക്ടർ, അമ്മയ്ക്ക് സുഖമില്ലെന്ന്. ഒന്ന് വരാവോ? വാ, നീ വാ. അല്ല, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ ദുർഗാമ്മയും അപ്പച്ചിയും കൂടി ആദ്യ പ്രിയാമ്മയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. അത് ക്രൂരതയാ, പാപമാ. അല്ല, അപ്പൊ ദുർഗാന്റെ ഇത്രയും കാലം ആദ്യേട്ടനെ വളർത്തി വലുതാക്കിയാൻ യാതൊരു വിലയില്ലേ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ പ്രസവിച്ച അമ്മയ്ക്ക് മകനെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്തർത്ഥത്തിലാ? ഇത്രയും കാലം അവൻ അവന്റെ യഥാർത്ഥ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ആദിക്ക് അവന്റെ പെറ്റമ്മയെ സ്നേഹിക്കാൻ പറ്റണം. പെറ്റമ്മയ്ക്ക് ആദിയും. ഇനി ആരൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ആദി പ്രിയാമ്മയുടെ മകനായിട്ട് തന്നെ ഇനി ജീവിക്കും. അത് നടത്തിയെടുത്തിരിക്കും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മാമൂസിനോടും ദുർഗാമ്മയോടും പോയി ചെന്ന് പറഞ്ഞേക്കും. അതുവരെ മോളൊന്ന് ക്ഷമിക്കും. കുറച്ചു ദിവസം കൂടി ഇങ്ങനെ ഒന്നും കഴിക്കാതിരിക്കാനോ? നല്ല കാര്യായി. അമ്മ, ഡോക്ടർ പറഞ്ഞത് അമ്മ കേട്ടതല്ലേ? അമ്മയ്ക്ക് തീരെ വയ്യ. ജീവൻ നിലനിൽക്കണമെങ്കിൽ ആഹാരം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദേ, ഇനിയും ആഹാരം കഴിക്കാതിരുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന അറിഞ്ഞുകൊണ്ട് ആപത്ത് വരുത്തി വെക്കല്ലേ അമ്മ. അമ്മ ഇതൊന്ന് കഴിക്ക. ദാ. വിശപ്പില്ലാഞ്ഞിട്ടാ മോളെ. വിശക്കുമ്പോ അമ്മ കഴിച്ചോളാം. വിശക്കാതിരിക്കാൻ എന്താ? അമ്മ സദ്യ കഴിച്ചിട്ടിരിക്കുകയാണോ? ഒരു തുള്ളി വെള്ളമെങ്കിലും കഴിച്ചിട്ട് നേരത്തോട് നേരമായി കഴിഞ്ഞു. ദേ, ഇത് കഴിക്കാനാ പറഞ്ഞേ. കഴിക്ക, കഴിക്കമ്മേ. എന്താ മോളെ? എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. നേരത്തെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അമ്മയ്ക്ക് ബോധം പോയി. ആദ്യം പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു.
അമ്മ ആഹാരമൊന്നും കഴിക്കാത്തോണ്ടാണെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ടും അമ്മ കഴിക്കുന്നില്ല. എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടേട്ട. വിശക്കുമ്പോ ഞാൻ കഴിച്ചോളാം. ഇങ്ങതാ മോളെ, ഞാൻ കൊടുത്തോളാം. അവളുടെ വിഷമം നീ കാണുന്നില്ല പെണ്ണെ. നീ ഇങ്ങനെ കഴിക്കാതെയൊക്കെ തളർന്നിരിക്കുമ്പോ മറ്റുള്ളവർക്ക് എന്ത് സമാധാനം ഉണ്ടാവുക? എനിക്കറിയാട്ട. പ്രായമായവര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പോയവരെ ഓർത്ത് ദുഃഖിക്കാൻ പാടില്ലാത്രേ. വേണ്ടപ്പെട്ടവരുടെ സങ്കടം കണ്ട അവർക്ക് ഈ ഭൂമി വിട്ടുപോകാൻ മനസ്സ് വരില്ല എന്ന്. ദൈവം നിശ്ചയിച്ച ആയുസ് തീർന്നപ്പോ ജയം പോയി. പെണ്ണെ, നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോ അവൻ ഇവിടം വിട്ടു പോവാൻ മനസ്സ് വരില്ല. നീ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാതിരിക്കുകയല്ല വേണ്ടത്, മറക്കാൻ ശ്രമിക്കുക വേണ്ടത്. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നെ അവിടെ എന്താ ഉണ്ടായത് അതറിയാഞ്ഞിട്ട് ഞാൻ വിഷമിക്കായിരുന്നു. ഓ, അതങ്ങനെ കഴിഞ്ഞു. എങ്ങനെ? അതൊക്കെ വിട്, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ വിധി പോലെ വരും. അല്ല, ആക്ച്വലി ഇതിപ്പോ എങ്ങോട്ടാ? നിനക്ക് എന്റെ കൂടെ വരുന്നതിൽ വല്ല പ്രോബ്ലം ഉണ്ടോ? ഏയ്, നെവർ. ഈ വിശദീകരണം എനിക്ക് തൃപ്തികരമല്ല. സർ, ഈ രാജീവ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അയാൾ പറഞ്ഞിരിക്കുന്നതെല്ലാം കല്ല് വെച്ച നുണകളാ. സർ, അയാളെക്കുറിച്ച് വിശദമായിട്ട് തിരക്കി നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സർ, അയാളൊരു ഡ്രഗ് അഡിക്റ്റ് മാത്രമല്ല, ഒരു ക്രിമിനലും കൂടിയാണ്. മദ്യപിച്ചു വന്ന് ലേഖയെ ക്രൂരമായി മർദ്ദിക്കുകയാണ് അയാളുടെ സ്ഥിരം വിനോദം. ഇതാദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല സർ, കാലങ്ങളായി ഇത് തുടങ്ങിയിട്ട്. പിന്നെ ലേഖ അയാളെ കെട്ടിയിട്ടു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ലേഖ ചെയ്തില്ലായിരുന്നെങ്കിൽ രാജീവ് ലേഖയെ കൊന്നുകളയുമായിരുന്നു. ഈ രാജീവ് ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അയാൾ ഡ്രഗോ ലിക്കറോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആവുന്ന ആളാണെന്നും പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും രേഖകൾ കൈവശമുണ്ടോ? ഉണ്ടല്ലോ സർ. സർ, ഇത് അയാളുടെ മർദ്ദനമേറ്റ് ലേഖ പലതവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ രേഖകളാണ്. എല്ലാം വിശദമായിട്ട് ഇതിനകത്തുണ്ട് സർ. ഓക്കെ, അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ അയാൾ ബഹുമെടുക്കന്. അതാണ് ലേഖയെ തെറ്റിദ്ധരിക്കേണ്ടി വന്നത്. ലേഖയുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. താങ്ക് യു സർ. താങ്ക് യു സർ. ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും രാജീവിന്റെ ഭാര്യയാണ് ലേഖ. ആരും നമ്മളെ കരുതി വേദനിക്കാൻ ഇടവരരുത്. ഞാനും നീ ചെയ്ത് തെറ്റാ. ആ തെറ്റ് നമ്മൾ ഇവിടെ വെച്ച് തിരുത്തുന്നു.
നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എന്നേക്കുമായി നമ്മൾ പിരിയുന്നു. തെറ്റ് പറ്റുന്നത് ഒരു തെറ്റല്ല. തെറ്റിൽ നിന്നും പഠിച്ച് അത് തിരുത്താത്തതാണ് തെറ്റ്. നമ്മൾ ചെയ്ത തെറ്റ് ഓർമ്മ വരുമ്പോഴൊക്കെ ഓർക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. നീ എന്റെ ഉള്ളിലും ഞാൻ നിന്റെ ഉള്ളിലും ഓരോ വിഗ്രഹങ്ങളായിട്ടുണ്ടായിരുന്നു. അതിവിടെ വെച്ച് ഉടച്ചു കളഞ്ഞേക്കാം. ഓ, വന്നോ? യാത്രാമൊഴി ചൊല്ലിയുള്ള വരവായിരിക്കും. ആ, നിൽക്ക്. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ പോയാ മതി. ഏതായാലും നിന്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയെ താലി കെട്ടിയ പുരുഷനാണല്ലോ ഞാൻ. പലപ്പോഴും തിരുനെറ്റിയിൽ നീ എന്നെ അണിയുമായിരുന്നു. സീമന്ത രേഖയായി. പിന്നെ പിന്നെ സീമന്തവും പോയി, സിന്ദൂരവും പോയി. എന്നെ നീ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിച്ചില്ല. നഷ്ടപ്രണയത്തിന്റെ ദുഃഖത്തിലായിരുന്നു നീ എന്നും. ഞാൻ തകർന്ന ദാമ്പത്യത്തിന്റെ തീച്ചൂടിലും. കയ്യാലപ്പുറത്തെ ഉണക്കത്തേങ്ങ പോലെയാ ദുർഗയുടെ മനസ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. ഇപ്പൊ അത് പ്രസാദിന്റെ അടുത്തേക്ക് മറിഞ്ഞിരിക്കുന്നു. അത് പാടില്ല. അതുടനെ തിരിക്കണം. അപ്പച്ചി എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോന്നെ? അതെ, പട്ടിയുടെ വാല് പന്തീരാണ്ട് കാലം കുഴലിലിരുന്നാലും അത് ഊരിയെടുക്കുമ്പോ വളഞ്ഞേയിരിക്കും. ആ ഉപമ ഞാനിവിടെ പ്രയോഗിക്കുന്നത് നിന്റെ സ്വഭാവം ഒന്നുകൂടി ഊന്നി ഊന്നി പറയാനാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അത് തന്നെയാ നിന്റെ കുഴപ്പം. എടി ദുർഗെ, മനുഷ്യരായാലേ അല്പം വകതിരിവും ബുദ്ധിയൊക്കെ വേണം. നിനക്കതുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ നിനക്കതില്ല. അത് തന്നെയാ നിന്റെ പ്രശ്നം. എന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ? ഞാനെടുത്ത തീരുമാനങ്ങൾ മുഴുവൻ തെറ്റാണോ? എന്താ സംശയം? 100% തെറ്റാ. എന്റെ ദുർഗെ, നീ എന്തു പൊട്ടത്തിലായി കാണിച്ചത്? അവൻ പറഞ്ഞത് 100% നീ വിശ്വസിച്ചില്ലേ? അതാണ് നിന്റെ പൊട്ടത്തരം. അല്ലപ്പച്ചി, ഒരാള് ഹൃദയം തുറന്ന് എല്ലാ സത്യങ്ങളും നിരത്തുമ്പോ... ആര് ഹൃദയം തുറന്നു? ആര് സത്യം നിരത്തി? അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. എടി ദുർഗെ, കുറുക്കന്റെ കൗശലവും കൂർമ്മത്തിന്റെ ബുദ്ധിയും... കൂർമ്മോ? അതെന്താ? ആമ. ഈ കൂർമ്മ ബുദ്ധിന്ന് കേട്ടിട്ടില്ലേ? ആമയും മുയലും തമ്മിലുള്ള ഓട്ടക്കഥ നീ കേട്ടിട്ടുള്ളതല്ലേ? അത്തരം തരികിടകളും തന്ത്രങ്ങളുമാണ് പ്രസാദ് നിന്നോട് പ്രയോഗിക്കുന്നത്. അതെ, അവൻ ഇപ്പോഴും നിന്നെ ചതിക്കുക. ഇനിയും ചതിക്കും. ദുർഗെ, അവൻ അവളുമായിട്ടുള്ള ബന്ധം തുടരുന്നത് നീ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാ അവൻ നിന്നോട് ഈ ക്ഷമ പറഞ്ഞത്. ഇത്രയും നാളും അവൻ അവളുടെ വീട്ടിൽ കഴിഞ്ഞത് വെറുതെ എന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. അവളെ അവന്റെ കാമുകിയെ, ആദ്യ പ്രേമത്തിലെ നായിക. ആ നായികയെ അവൻ ജീവിതത്തിൽ മറക്കില്ല. നിന്നെയോ അവന് വേണം. ആർക്കാണെങ്കിലും നേരായിട്ടൊരു ഭാര്യ വേണം.
സത്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. താൻ ക്ഷമിക്കുമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. കാരണം അത്രമാത്രം തെറ്റിദ്ധാരണകളാണല്ലോ തന്റെ മനസ്സിൽ പതിഞ്ഞുപോയത്. ഞാൻ എന്തൊക്കെ ഏറ്റു പറഞ്ഞാലും തന്റെ മനസ്സിൽ പതിഞ്ഞുപോയ ചിന്തകൾ മാറണമെന്നില്ലല്ലോ. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു. തന്നെ ഞാൻ വിലയിരുത്തിയ രീതി ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞേക്ക് കഴിഞ്ഞു. ആ ഓർമ്മകളൊന്നും ഇനി എന്നെയും തന്നെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമുക്കിനിയും പഴയതുപോലെ സന്തോഷത്തോടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ കാരണം താൻ അനുഭവിച്ച വിഷമങ്ങൾക്ക് എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇനി ഒരിക്കലും ഞാനായിട്ട് തന്നെ വേദനിപ്പിക്കില്ല. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും താൻ എന്താടോ ഒന്നും മിണ്ടാത്തത്? ഇപ്പോഴും തന്റെ പിണക്കം മാറിയില്ലേ? ഇനി എന്തെങ്കിലും പരിഭവമുണ്ടോ? എന്തുണ്ടെങ്കിലും താൻ പറഞ്ഞോ. ദുർഗേച്ചി കരയായിരുന്നല്ലേ? കരയാതെ എങ്ങനെ ഇരിക്കും? എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയുള്ളതാണല്ലോ. വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ അത്ര പെട്ടെന്നൊക്കെ ദുർഗേച്ചിക്ക് കഴിയൂ? ദുർഗേച്ചി, ഏട്ടന്റെ പ്രാണന്റെ പകുതിയായിരുന്നു ദുർഗേച്ചി. എന്തൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഏട്ടൻ ചേച്ചിയെയും ചേച്ചി ഏട്ടനെയും തള്ളി പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 4 നൂറ്റാണ്ടുകാലം കഴിഞ്ഞില്ലേ ദുർഗേച്ചി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഈ ബന്ധം നിങ്ങൾക്ക് അറുത്തുമാറ്റാൻ കഴിയൂ? എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ടും ഞാൻ എന്റെ ഏട്ടനെയും ദുർഗേച്ചിയും കണ്ടിരിക്കുന്നത് എന്നും എന്റെ രക്ഷകർത്താക്കളുടെ സ്ഥാനത്ത്. ഏട്ടനും ചേച്ചിയും എനിക്ക് ദൈവതുല്യർ തന്നെയാ. പിന്നെ മനുഷ്യരല്ലേ ചേച്ചി, തെറ്റുപറ്റി പോകാം. ഇവിടെ സംഭവിച്ചത് ദുർഗേച്ചിയെ പേടിച്ച് ഏട്ടന് സംഭവിച്ച തെറ്റാകാം. അങ്ങനെ എനിക്ക് വിശ്വസിക്കാനാവും. അതെ, അവൻ ആ സത്യം നിന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അവന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന്. ഡിവോഴ്സ് കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടെത്തിച്ചതിന് സത്യത്തിൽ ആരോ ഉത്തരവാദി? എന്റെ കൂട്ടുകാർക്കൊക്കെ വീടും കുടുംബമൊക്കെ ഉണ്ട്. അവർക്കും ഉണ്ട് അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ. അവിടെ ഒന്നും കാണാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളെ ഈ വീട്ടില്. എന്റെ അമ്മോ, ഒരു നശിച്ച കുടുംബം തന്നെ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ നശിച്ച മംഗളാപ്പച്ചയാ. ഇതിനും പിന്നിൽ ആ കിളവി തന്നെയാ.
അച്ഛനോട് അടുത്ത യുദ്ധത്തിന് ദുർഗാമ്മ ഒരുങ്ങ. തന്റെ സ്വന്തം മകൻ ആരാണെന്ന് അച്ഛനോട് ചോദിക്കാൻ ആ സ്ത്രീ ദുർഗാമ്മയോട് ആവശ്യപ്പെട്ടിരിക്കാം. തന്റെ സ്വന്തം മകൻ ആരാണെന്നറിയാൻ ദുർഗാമ്മ വാശി പിടിക്കും, ബഹളം ഉണ്ടാക്കും, വല്ലാതെ വയലന്റ് ആയെന്നും വരും. ഡിവോഴ്സ് ഒഴിവാക്കാൻ വേണ്ടി അച്ഛൻ സത്യമെല്ലാം തുറന്നു പറയാൻ തയ്യാറായ ആദ്യ സ്വന്തം മകനല്ലെന്നറിഞ്ഞപ്പോ ദുർഗാമ്മ കാട്ടിക്കൂട്ടിയ വയലൻസ് എല്ലാവരും കണ്ടതാണല്ലോ. മോളെ, അതിന്റെ 10 മടങ്ങായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ദുർഗാമ്മ പ്രസവിച്ചത് എന്നെയാണെന്ന് അവരറിഞ്ഞു. ഒരിക്കലും ഞാൻ അവരുടെ മകളാണെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറാവില്ല. അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാനും സാധ്യമല്ല. അത് ശരിയാ. ആ അവസ്ഥയില് ദുർഗാമ്മ ആത്മഹത്യ ചെയ്ത മോളെ, ആപത്ത് മുൻകൂട്ടി കാണണം.